ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ഏട്ടനെ കൊറേ വട്ടടിപ്പിച്ചു. എങ്ങനെ? ഏട്ടൻ ഇന്നലെ ഭയങ്കര ആങ്സൈറ്റി. എന്തിന്? റോഡിൽ വെച്ച് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തില്ലേ, അതിനുശേഷം നിന്റെ റിയാക്ഷൻ എന്താന്ന് ഏട്ടന് അറിയില്ലല്ലോ. അതറിയാനുള്ള ആകാംക്ഷ. നീ എന്തു പറഞ്ഞു ഏട്ടനടുത്ത്? നിനക്കിഷ്ടായില്ല, അതുകൊണ്ട് വേറെ ആളെ നോക്കിക്കോളാൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞ? ഞാൻ പറഞ്ഞു ഇഷ്ടായില്ലെന്ന്. പിന്നെ എങ്ങനെ പറയണമായിരുന്നു ഞാൻ? ഇഷ്ടായെന്നോ? നീ ഒന്നും പറയാതിരുന്നാ മതിയായിരുന്നല്ലോ. അതെങ്ങനെ ശരിയാവും? ഏട്ടന് വിവരം അറിയണ്ടേ? ഇഷ്ടം ഉണ്ടെന്ന് പറയാതെ വിരോധമൊന്നും ഇല്ലെന്ന് പറയായിരുന്നല്ലോ. എന്തിനാടി ഈ ഒളിച്ചുകളി? ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞാ എന്താ കുഴപ്പം? സത്യം പറ, ഇപ്പൊ നിനക്ക് എന്താ എന്നോട് തോന്നുന്നു? മുമ്പെന്നെ കണ്ടിരുന്നത് പോലെയാണോ ഇപ്പോ? വ്യത്യാസമുണ്ട്. മുമ്പ് നീ എന്റെ കൂട്ടുകാരി മാത്രമായിരുന്നു. ഇപ്പോഴോ? ഇപ്പം അതിനേക്കാളും ഒക്കെ അടുപ്പം തോന്നുക. അച്ഛനോടും അപ്പുണ്ണിയോടും അച്ഛമ്മയോടും ഒക്കെ തോന്നുന്ന പോലെ. അതങ്ങനെ തന്നെയാ വേണ്ടത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊരു തെറ്റാണോ ചെയ്യുന്നത്? എനിക്കങ്ങനെയൊക്കെ ആശിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്ത് തെറ്റ്? സ്നേഹിക്കുന്ന തെറ്റാ? നീ എന്തൊരു മണ്ടിയാ. വേണ്ടായിരുന്നു, എനിക്ക് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു. എന്നെ അതിനല്ലേ സ്കൂളിൽ വിട്ടത്. എന്നിട്ട് നീ പഠിക്കുന്നുണ്ടല്ലോ. നിന്റെ അത്രയ്ക്ക് മിടുക്കിയായിട്ട് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സ്കൂളില്? അവസാനം ഇതും എനിക്കൊരു സങ്കടമായിട്ട് തീരുമെന്ന് എന്റെ പേടി. അയ്യേ, എന്ത് സങ്കടം? എന്റെ ഏട്ടന് ഇഷ്ടാണല്ലോ. അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒക്കെ ഇഷ്ടാ. നീ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. പൊന്നും പണമൊന്നും ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെന്താ തടസ്സം? എനിക്കറിഞ്ഞൂടാ. പിറന്നു വീണപ്പോഴേ അമ്മയെ നഷ്ടപ്പെട്ടു, പിന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. എന്നെ സ്നേഹിച്ചവരൊക്കെ വേർപിരിഞ്ഞു പോയി. അത് ഓർക്കുമ്പോ പേടിയാ, സത്യം. ആ നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടിയാ ദൈവം നമ്മളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത്. എന്റെ ഏട്ടന് നിന്നെ കാണിച്ചു വന്നത്. നീ ഒട്ടും വിഷമിക്കണ്ടാട്ടോ, എല്ലാം ശരിയാവും. ഞാനില്ലേടി. നീ എന്താ തരുന്നേ? അവളുടെ വീട്ടിലെ നമ്പർ ഞാൻ പറഞ്ഞുതരാം, നീ വിളിച്ചാ മതി. ഏട്ടന് ബൈഹാർട്ടാണോ അവളുടെ നമ്പർ? ആ, ചില നമ്പറുകൾ എനിക്ക് ബൈഹാർട്ടാ. ആ, കിട്ടിപ്പോയി. ഹലോ 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 ഹലോ. എനിക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലായിന്ന്. ഓഹോ, പൊന്നുമോൾ അവിടെ എന്ത് ചെയ്യായിരുന്നു? എന്റെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ തീർക്കുമായിരുന്നു. കഴിഞ്ഞോ? ഫ്രീ ആയോ? ഫ്രീ ആവണമെങ്കിൽ രാത്രി 11 മണി കഴിയണം. രത്നമ്മ ടീച്ചർ എവിടെ? കുശുമ്പിന്റെ ആശാട്ടി. കുളിക്കുക. അപ്പൊ നീ ഫ്രീ ആണല്ലേ? എടി മോളെ, ഫ്രീ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മൈൻഡ് കൂടി ആയിരിക്കണ്ടേ? ഞാൻ ഒരാൾക്ക് കൊടുക്കാവേ, ഹോൾഡ് ചെയ്യണേ. സരിക്ക് സരു, വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേൾക്കുന്നുണ്ട് ജാനക്കുട്ടി, പറഞ്ഞു.
ശ്ശോ. ഹലോ ജാനിക്കുട്ടി. ഹലോ ജാനിക്കുട്ടി, കുട്ടി എന്നെ ഇട്ടിട്ട് പോയോ? ഹലോ. ആ, ആളുണ്ടോ ജീവനോടെ? ഞാനോർത്തു വല്ല ഹൃദയസ്തംഭനോ മറ്റും ഉണ്ടായി കാണുന്നു. ജാനിക്കുട്ടി, പഠിക്കണുണ്ടല്ലേ നന്നായിട്ട്? ഉണ്ട്. ഇപ്പൊ ഒരാളിന്റെ പ്രാർത്ഥനയും കൂടി ഉണ്ട്. എന്നും ഞാൻ പ്രാർത്ഥിക്കും, നന്നായിട്ട് പഠിക്കാൻ വേണ്ടി, നന്നായിട്ട് ജയിക്കാൻ വേണ്ടി. പഠിക്കാവുന്നിടത്തോളം പഠിക്കണം, എത്താവുന്നിടത്തോളം ഉയരങ്ങളിൽ എത്തണം. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എൻ്റെ മാത്രമല്ല കേട്ടോ, അച്ഛൻ്റെ, അമ്മയുടെ, സരികയുടെ, ഈ കുടുംബം മുഴുവൻ ഇപ്പൊ ജാനിക്കുട്ടിയുടെ പുറകിലുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. അയ്യേ, കറിയാ? ധൈര്യമായിട്ടിരിക്കില്ലേ വേണ്ടേ? ജാനിക്കുട്ടിയുടെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ഞങ്ങൾക്കെല്ലാം അറിയാം. അതൊരു വലിയ ആശ്വാസമല്ലേ? ശരി, വെച്ചോളൂ, വെച്ചോ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും കരച്ചിലായി. പിന്നെ ഏട്ടന്റെ ഒരു ആശ്വസിപ്പിക്കല്. അവളുടെ മനസ്സ് നിറയെ സങ്കട. ആരെങ്കിലും ഒരാശ്വാസ വാക്ക് പറയാൻ നോക്കിയിരിക്കുക, ഒന്ന് പൊട്ടിക്കരയാൻ. എനിക്കറിഞ്ഞൂടെ ആശ്വസിപ്പിക്കാൻ, ഞാനെന്താ ചെയ്യാത്തത്? ഓ, ഒരാശ്വാസ വാക്ക് പറഞ്ഞതും വലിയ തെറ്റായി പോയോ? നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി ഏട്ട, ധൈര്യം കൊടുത്താൽ മതി. അവക്കതാ വേണ്ടത്. ഓക്കെ, ഞാനെന്റെ ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോയതാ. ദാ ഫോൺ പിടിച്ചോ.